കോട്ടയം മുണ്ടക്കയം പഞ്ചായത്ത് കോംപ്ലക്സിൽ തീപിടുത്തം. ഹരിത കർമ്മസേന മാലിന്യങ്ങൾ സൂക്ഷിച്ച സ്ഥലത്താണ് തീ പടർന്നത്. സ്ഫോടന ശബ്ദത്തോടെ തീ പടരുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ടോബി, ദൃശ്യങ്ങളിൽ കാണാം ഈ മുണ്ടക്കയം പഞ്ചായത്ത് കോംപ്ലക്സിലെ തീപിടുത്തത്തിന്റെ അത് എത്രത്തോളം ഉണ്ട്, അതിന്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞു. എപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത്? ദൃക്സാക്ഷികൾ എന്താണ് പറയുന്നത്? ജിക്കെ, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ്, അതായത് 7 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ അണച്ചു എന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൂട്ടിവെക്കുന്ന ഒരു സ്ഥലത്താണ്, ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്താണ് ഈ തീ പടർന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം പ്രകാരം ഇതൊരു ഷോർട്ട് സർക്യൂട്ട് ആണെന്നുള്ള വിവരമാണ് ഫയർഫോഴ്സ് പങ്കുവെക്കുന്നത്. എന്തായാലും കൃത്യസമയത്ത് സ്ഥലത്ത് ഫയർഫോഴ്സ് എത്തിയതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ലെന്നും വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ശരി ടോബി, ഏതായാലും ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായത് എന്നതാണ് പ്രാഥമികമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വലിയ അപകടത്തിൽ നിന്ന് അത് ഒഴിവായിട്ടുണ്ട്. ടോബി ജോൺസൺ ആണ് മുണ്ടക്കയത്തെ ഈ തീപിടുത്തത്തിന്റെ വിവരങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്.